നമുക്കിന്ന് പൈത്തണിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം സംഖ്യകൾ അവയുടെ കൂട്ടുക, ഗുണിക്കുക, കുറയ്ക്കുക, ഹരിക്കുക, അതിന് ശിഷ്ടം ഇങ്ങനെയാണ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത്. ഇന്ന് നമുക്ക് വേരിയബിളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 2 + 3 നമുക്ക് 5 കിട്ടുമെന്ന് മനസ്സിലായി. ഇവിടെ നമ്മളൊരു വേരിയബിൾ കൊടുക്കുകയാണ്, അതായത് എക്സിന് നമ്മൾ 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ x+2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4 ആയിരിക്കും. അതായത് എക്സിന് ഇപ്പോൾ 2 എന്നുള്ള വാല്യൂ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും x+3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. x+3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 5 ആയിരിക്കും. അപ്പോൾ എക്സിന് നമുക്ക് 2 എന്നുള്ള വാല്യൂ അതിന് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഗുണിച്ച് നോക്കാം. x*3 6, അതായത് ഇവിടെ നമ്മൾ എക്സിന് 2 എന്നുള്ള വാല്യൂ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ വേരിയബിൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് y എന്നൊരു വേരിയബിൾ കൊടുക്കുന്നത് നോക്കാം. y = 3 എന്ന് കൊടുത്തു നോക്കാം. ഇനി നമുക്ക് x+y എത്രയാണെന്ന് നോക്കാം. x+y = 5 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2ന് നമുക്ക് വേരിയബിൾ കൊടുക്കാൻ പറ്റും, ഒന്നിൻ്റെയും വേരിയബിൾസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എക്സിന് മറ്റൊരു വാല്യൂ ഇട്ട് നോക്കാം. x = 9 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് x+y കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എററാണോ ശരിയായിട്ടുള്ള വാല്യൂ ആണോ കിട്ടുന്നത് നമുക്ക് നോക്കാം. x+y = 12 നമുക്കിവിടെ ഒരു ആൻസർ കിട്ടും. ഇപ്പോൾ എക്സിന് മുമ്പത്തെ 2 എന്നുള്ള വാല്യൂ പോയി, ഇപ്പോൾ 9 എന്നുള്ള വാല്യൂ വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ മുതൽ എക്സിൻ്റെ വാല്യൂ 9 ആയിരിക്കും, 2 ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് വേരിയബിളിൻ്റെ വാല്യൂ എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. പക്ഷേ അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, മുമ്പ് കൊടുത്ത വാല്യൂ അതിന് പോകുന്നതായിരിക്കും. ഇത്രയുമാണ് വേരിയബിളിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് വെറുതെ ABC എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എററായിരിക്കും. അപ്പോൾ നമുക്ക് വെറുതെ ABC എന്ന് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സംഖ്യകൾക്ക് വേരിയബിൾ കൊടുക്കാമെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ സ്ട്രിങ്ങുകൾക്ക് വേരിയബിൾ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്, നെയിം = വേരിയബിൾ കൊടുക്കുമ്പോൾ സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കണം. നെയിം = യൂട്യൂബ് എന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വെറുതെ നെയിം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ കാണിക്കില്ല, കാരണം അതിന് നമ്മളിപ്പോൾ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിട്ടുന്നത് യൂട്യൂബ് എന്നുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. നെയിം + റോക്സ് എന്ന് അടിച്ചു നോക്കാം. സിംഗിളിലോ ഡബിളിലോ കൊടുക്കാനാണ്. ROCKS റോക്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യൂട്യൂബ് റോക്സ്. നമുക്ക് സ്പേസ് ഇല്ലാതെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് സ്പേസ് ഉണ്ടാക്കാനായിട്ട് നെയിം +" സ്പേസ് ശേഷം ROCKS നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റോക്സ് നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പേസ് വരും. യൂട്യൂബ് റോക്സ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ സ്പേസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആദ്യത്തേത് നമ്മളെ സംബന്ധിച്ച് 1, ആദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നാണ് എഴുതുന്നത്. എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 0 ആണ് വരുന്നത്. അതനുസരിച്ച് നമ്മൾ യൂട്യൂബ് എന്ന് എഴുതി കഴിഞ്ഞാൽ വൈക്ക് 0 എന്നാണ് വരുന്നത്. ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് 0th പൊസിഷൻ, അതായത് നമുക്ക് കിട്ടുന്ന y ആയിരിക്കും. അത് നമുക്ക് നോക്കാം. നെയിം 0th പൊസിഷൻ ആദ്യം ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട്, ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നെയിം ഓഫ്, അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും, 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ y ആയിരിക്കും. അതായത് ആദ്യത്തെ ലെറ്റർ y ആയിരിക്കും. നെയിം ഓഫ് 0, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ആദ്യം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. നെയിം ഓഫ് നമുക്ക് 4ാമത്തെ ലെറ്റർ ഏതാണെന്ന് നോക്കാം. ഇല്ല, കിട്ടിയില്ല. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാണ്. നെയിം ഓഫ് 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ പറഞ്ഞാൽ U ആയിരിക്കും. അതായത് 5ാമത്തെ ലെറ്റർ YOUTU, അതായത് 5ാമത്തെ ലെറ്റർ ആയിരിക്കും നമുക്ക് നെയിം ഓഫ് 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതിന് കാരണം കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ആദ്യം എന്ന് പറയുന്നത് 0 എന്ന ലെറ്ററാണ്. ഇനി നമുക്ക് നെയിം ഓഫ് 8 എന്ന് കൊടുത്തു നോക്കാം. നെയിം ഓഫ് 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് നോക്കാം. നമ്മുടെ എറർ, അതായത് 8ാമതൊരു ലെറ്ററില്ല. അതായത് യൂട്യൂബിലാകെപ്പാടെ 7 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ 8ാമത്തെ അക്ഷരം ലെറ്ററില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത് എററായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. നെഗറ്റീവ് സംഖ്യ നമുക്ക് കൊടുത്തു നോക്കാം. നെയിം ഓഫ് -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആൻസർ E ആയിരിക്കും. അതായത് യൂട്യൂബിനകത്ത് E -1 വന്ന് നേരെ തിരിയും. B -2 ആവും, U -3 ആവും, T -4 ആവും,
വീണ്ടും U -5 ആവും, O -6 ആവും, Y എന്ന് പറയുന്നത് -7 ആവും. അപ്പോൾ നമുക്ക് -1 നേരെ തിരിച്ചുള്ള ലെറ്റർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പല പ്രോഗ്രാമുകളിൽ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. നമുക്കൊന്നുകൂടി നോക്കാം. നെയിം ഓഫ് -7 എത്രയാണെന്ന് നോക്കാം. -7 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ Y ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ മൈനസ് സംഖ്യകളിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഇതിനകത്ത് ആദ്യത്തെ 2 അല്ലെങ്കിൽ 3 ലെറ്റർ മതി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നെയിം ഓഫ് ഇവിടെ 0:2 ഇട്ട് കൊടുക്കാം. 0:2 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കാം. YO, അതായത് ആദ്യത്തെ 2 ലെറ്ററാണ് കിട്ടുന്നത്. YO എന്നുള്ള ലെറ്റർ ആയിരിക്കുന്നത് 0:2, അതായത് ആദ്യത്തെ 2 ലെറ്ററുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. നെയിം ഓഫ് 1:4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട് എന്നുള്ളതായിരിക്കും. 1 തൊട്ട് 4 വരെയുള്ള 3 ലെറ്റർ ഔട്ട് എന്നുള്ള ഇതായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. നെയിം ഓഫ് 4 കൊടുത്ത് നോക്കാം. 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ 4 ലെറ്റർ കിട്ടും. YOUT ആദ്യത്തെ 4 ലെറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം. നെയിം ഓഫ് 1: അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് നോക്കാം. നെയിം ഓഫ് 1: ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എറർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട് ട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ഔട്ട് ട്യൂബിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് വാല്യൂ. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഇതിപ്പോൾ നെയിം ഓഫ് 3:10 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത് നമുക്ക് നോക്കാം. സാധാരണ ഇതിന് മുമ്പ് വന്ന് സിൻടാക്സ് എറർ ആയിരിക്കും, എന്നാൽ നമുക്കിവിടെ കിട്ടുന്നത് ട്യൂബ് എന്നായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തെ ആദ്യത്തെ അക്ഷരം, അതായത് യൂട്യൂബിനകത്തെ ആദ്യത്തെ അക്ഷരം നമുക്ക് മാറ്റാൻ നോക്കാം. Y മാറ്റിയതിന് ശേഷം 6 കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാം Y എന്നുള്ളത് 0th പൊസിഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കാം. നെയിം ഓഫ് 0 = 6 എന്നുള്ള ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എററായിരിക്കുന്നത്. അതായത് സ്ട്രിങ്ങിനകത്തെ ഒരക്ഷരം പോലും നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കിയാലോ. മൈ പ്ലസ് നെയിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈ ട്യൂബ് എന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് അക്ഷരങ്ങൾ മാത്രം മതി. അത് നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ സിംഗിൾ ഇൻവെർട്ടർ കോഡ്സിലോ ഡബിൾ ഇൻവെർട്ടർ കോഡ്സിലോ മൈ എന്നടിക്കുക. പ്ലസ് നെയിം ഓഫ് 3:6 എന്നടിച്ചു കഴിഞ്ഞാൽ 3:6 എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മൈ ടബ് എന്നുള്ള ഒരു വാക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഓരോ അക്ഷരം വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ മറ്റൊരു കാര്യം നോക്കണം. മൈ നെയിം = നവീൻ, അതായത് ഇവിടെ നമ്മൾ സിംഗിൾ ഇൻവെർട്ടർ കോഡിലിടണം. നവീൻ ഇട്ട് കൊടുത്തു. ഇനി അതിനകത്ത് നമുക്ക് എത്ര ലെറ്റർ ഉണ്ട് നോക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെങ്തിനകത്ത് LEN. ലെങ്തിനകത്ത് ആദ്യം 3 ലെറ്റർ എഴുതുക. ലെങ്ത് ഓഫ് മൈ നെയിം എന്ന് കൊടുത്താൽ മതി. നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ലെറ്റർ ഉണ്ടാകും എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 5 ലെറ്ററുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രിങ് നമുക്ക് ഒരു വേരിയബിളിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പ്രോഗ്രാമിങ്ങിൽ ഇതിൽ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് വിവിധതരം വേരിയബിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.